നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയം ശുദ്ധമല്ലാത്ത വാർത്തകൾ കൊണ്ട് നിറയുകയാണ്. ഡീൽ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. സാധാരണ ജനം അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുകയാണ്. ഈ ഡീൽ ആരൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെയാണ് എന്ന് സാധാരണ പ്രവർത്തകർക്ക് പോലും മനസ്സിലാകുന്നില്ല. മാത്രവുമല്ല, ഈ ഡീലിന്റെ സത്യസന്ധതയെക്കുറിച്ച് ജനത്തിന് ആശങ്കയുമുണ്ട്. ഡീൽ ആരോപണം ആദ്യമായി ഉയർന്നത് BJPക്കെതിരെയാണ്. BJPയും CPMും തമ്മിൽ ഡീലുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. BJPയും കോൺഗ്രസും തമ്മിലാണ് ഡീലെന്ന് CPM ആരോപിച്ചു. ഞങ്ങൾ ആരുമായും ഡീലില്ല എന്ന് BJP സത്യം ചെയ്യുന്നു. ഇതിൽ വാസ്തവം എന്തെന്നറിയാതെ സാധാരണ പ്രവർത്തകർ കുഴങ്ങുന്നു. സാധാരണ ജനം ആകെ അന്തം വിട്ടു നിൽക്കുന്നു. ഏറ്റവും അവസാനം വന്ന ഡീലാരോപണം SDPIയും CPMും തമ്മിലാണ്. അതിന്റെ വിശുദ്ധതയും അതിന്റെ സത്യസന്ധതയും കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ തന്നെ ആദ്യമായി ഉയർന്നു വന്ന ഡീൽ ആരോപണത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. BJPയും CPMും തമ്മിൽ ഡീലുണ്ട്, അന്തർധാരയുണ്ട് എന്നായിരുന്നു UDFന്റെയും കോൺഗ്രസിന്റെയും ആരോപണം. അതിലെത്ര സത്യസന്ധതയുണ്ട്? അതിലെത്ര ശരിയാണ്? UDFന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ആ ഡീൽ ആരോപണം എന്താണ്? 10ഓളം സീറ്റുകൾ വിജയിക്കുന്നതിന് BJPയെ LDF സഹായിക്കുമെന്നും മറ്റ് സീറ്റുകളിൽ BJP തിരിച്ച് LDFനെ സഹായിക്കും എന്നുമുള്ള ആരോപണം. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഉൾപ്പെടുന്ന ഒരു ആരോപണം. ഈ ആരോപണം ശരിയാണെങ്കിൽ BJPയുടെ സാധാരണ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ള പോസ്റ്റർ ഒട്ടിക്കാനും കൊടിപിടിക്കാനും നടക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ആ ഡീൽ. മേൽത്തട്ടിലുള്ള നേതാക്കന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയാൽ സാധാരണ പ്രവർത്തകർക്ക് അത് ദഹിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, സാധാരണ പ്രവർത്തകരാണ് എതിർവിഭാഗത്തിന്റെ ആക്രമണങ്ങൾക്കിരയാകുന്നത്, എതിർവിഭാഗത്തിന്റെ പരിഹാസങ്ങൾക്കിരയാകുന്നത്, എതിർവിഭാഗത്തിന്റെ കേസുകളിൽ കുടുങ്ങുന്നത് അവരാണ്. വീടുകളിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്തത് സാധാരണ പ്രവർത്തകർക്കാണ്. അവർക്കെങ്ങനെ ഈ ഡീൽ ദഹിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് പീഡനമേറ്റുവാങ്ങിയവർ, കേസിലകപ്പെട്ടവർ, വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ ഒളിച്ചു പാർത്തവർ, ഇപ്പോഴും കേസിന്റെ കാര്യത്തിന് കോടതി വരാന്തകളിൽ കയറിയിറങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർ, അടിവാങ്ങിയവർ, ഇവർക്കൊക്കെ CPMും BJPയും തമ്മിലുള്ള ഒരു ഡീൽ എങ്ങനെ ദഹിക്കും എന്ന് മനസ്സിലാകുന്നില്ല. ദഹിക്കാൻ സാധ്യത കുറവാണ്. അത് BJPക്ക് തീർച്ചയായും അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ തിരിച്ചടിയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതെന്തിനു വേണ്ടിയായാലും എന്ത് തരം ഒത്തുകളിയായാലും അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ സാധാരണ ജനം അതിനെ തള്ളുക തന്നെ ചെയ്യും. സാധാരണ പ്രവർത്തകർ അതിനെ തള്ളുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു ഡീലുണ്ടോ എന്നുള്ള ആശങ്ക സാധാരണ പ്രവർത്തകർക്കിടയിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. അതിന് കൃത്യമായൊരു സ്ഥിരീകരണം നേതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്നുമില്ല. ഈ ആശങ്ക നിലനിൽക്കാൻ കാരണം വേറൊന്നുമല്ല, പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി BJP ഉപയോഗിച്ചതാണ്. ഇത്തവണ ഇലക്ഷന്റെ ഒരു പ്രചരണത്തിലും ശബരിമലയെക്കുറിച്ചോ അവിടുത്തെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ യാതൊരു ആശങ്കയും BJP ഉന്നയിക്കുന്നില്ല. ഇത് ഇടതുപക്ഷത്തിനെ സഹായിക്കാനാണ് എന്ന് വ്യാപകമായി സാധാരണ പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. അത് ദൂരീകരിക്കുന്നതിനുള്ള യാതൊരു ഉറപ്പും യാതൊരു ചലനവും സാധാരണ പ്രവർത്തകർക്ക് നേതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇതൊക്കെ സാധാരണ പ്രവർത്തകർക്കുണ്ടാക്കുന്ന മനോവിഷമം ചെറുതല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാത്തത് എന്ത് എന്ന് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച വരുന്നുണ്ട്. സാധാരണ പ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു മറുപടിയും നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തകർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ഡീൽ ഉണ്ട് എന്ന് തന്നെ സാധാരണ പ്രവർത്തകർ വിശ്വസിക്കുന്നു. അതിന്റെ പേരിൽ തന്നെ വോട്ട് ചിലയിടത്തെങ്കിലും കോൺഗ്രസിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ മറിയാനുള്ള സാധ്യതയുമുണ്ട്. BJP നേതൃത്വം ഇത് തിരിച്ചറിയണം. കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും നടക്കുന്ന സാധാരണ പ്രവർത്തകരാണ് എതിർ പാർട്ടിക്കാരിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങുന്നത്.
എതിർ പാർട്ടിക്കാരുടെ കള്ളക്കേസുകളിൽ കൊടുങ്ങുന്നത്, അതിന്റെ പേരിൽ ജീവിതം നശിക്കുന്നത്, തന്റെ വസ്തുവോ സ്വർണമോ പണയം വെച്ച് അവന് കേസ് പറയേണ്ടി വരുന്നത്, ഇങ്ങനെ ഒരു സംശയം സാധാരണ പ്രവർത്തകന്റെ മനസ്സിലുണ്ടായാൽ അവൻ തീർച്ചയായും ഈ പാർട്ടിയിൽ നിന്ന്, BJP-യിൽ നിന്ന് അകലുകയല്ലാതെ മറ്റു തരമൊന്നുമില്ല. എല്ലാ പാർട്ടികളും സാധാരണ രീതിയിൽ ഡീലുകൾ ഉറപ്പിച്ച് ഇതുപോലെ സാധാരണക്കാരായ പ്രവർത്തകരെ വഞ്ചിക്കുമ്പോൾ എന്തിനു വേണ്ടി ഈ രാഷ്ട്രീയത്തിൽ നിൽക്കണം, ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ നിൽക്കണം എന്നൊരു ചോദ്യം സാധാരണ പ്രവർത്തകരുടെ മനസ്സിലുണ്ടാകും. കേരളത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ പോവുകയാണ്. ആശങ്കകളും സംശയങ്ങളും എല്ലായിടത്തും നിറയുകയാണ്. നേതാക്കന്മാരുടെ ഡീലുകൾ, അവർക്ക് അധികാരത്തിന് വേണ്ടി, അവർക്ക് അധികാര കസേരയിൽ ഇരിക്കുന്നതിന് വേണ്ടി നേതാക്കന്മാർ ഉണ്ടാക്കുന്ന ഡീലുകൾ സാധാരണ പ്രവർത്തകരെ വഞ്ചിക്കുന്നതാകരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ വിശ്വസിച്ചാണ് സാധാരണ പ്രവർത്തകർ ഇന്നലെ പ്രവർത്തിക്കാൻ ഇറങ്ങിയത്, ഇന്ന് പ്രവർത്തിക്കുന്നത്, നാളെ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമ്പോൾ, അത് BJP എന്നല്ല, CPM എന്നല്ല, കോൺഗ്രസ് എന്നല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമ്പോൾ അത് സാധാരണ പ്രവർത്തകനെ മറന്നുകൊണ്ടാകരുത്. അങ്ങനെ വന്നാൽ ആ സമയം നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങും. നിങ്ങൾ ഈ സമൂഹത്തിൽ, ഈ രാജ്യത്തിൽ പ്രസക്തിയില്ലാത്തവരായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.